അസ്സലാമലൈക്കും അഹ്ലൻ ബ്യൂട്ടിഫുൾ പീപ്പിൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സേഫാണെന്ന് വിചാരിക്കുന്നില്ല. സേഫായിട്ട് ഇരിക്കട്ടെ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. സേഫാണ് അൽഹംദുലില്ലാഹ്. കുറച്ച് നമ്പർ കയറി വരുന്നുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഗവൺമെൻറ് നല്ല ടേക്ക് കെയർ ചെയ്യുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ പുട്ടും കടലയും പിന്നെ ദോശയും ചട്നിയും ഇഡ്ഡലിയും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പഴങ്കഞ്ഞിയും അങ്ങനെയുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശരിക്കും മടുത്തിട്ടുണ്ടാവും. കാരണം ഇത്രയും ദിവസം റിപ്പീറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനീപ്പോൾ കഴിച്ച് മടുത്തിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചാൽ ആർക്കായാലും ഒരു മടുപ്പ് വരില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആയിരിക്കും വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വെറൈറ്റി എന്താണെന്ന്. അപ്പോൾ യമൻ എന്ന രാജ്യത്തെ ഫുഡുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. യമനി ഡിഷാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യമനി ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ പേരാണ് മാസൂബ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തിയും റിച്ചർ ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ 1 2 3 4 ഐറ്റം മാത്രം ആവശ്യമുള്ള ചിക്കൻ ഉണ്ടാക്കുക. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. മാത്രമല്ല വേറെ രസം എന്ന് വെച്ചാൽ വീട്ടിൽ ബാക്കി വരുന്ന ഫുഡ് റെസ്റ്റ് ഓവർ ഫുഡ് ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടാക്കണ്ട. ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബാക്കി വരുന്ന ലെഫ്റ്റ് ഹോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനടുത്തും. കാരണം എൻ്റെ ചിക്കൻ കപ്സ് വീഡിയോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫുഡ് വിത്ത് ഫോട്ടോ അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ട്രൈ ചെയ്തതിന്. ഇപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ലിങ്ക് ഉണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ചപ്പാത്തി എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്നലത്തെ ചപ്പാത്തിയാണ്, ബാക്കിയൊന്നും കേട്ടോ. അപ്പോൾ 2 ചപ്പാത്തി. ഷേപ്പ് നോക്കണ്ട, ഷേപ്പ് വല്ല ഭൂപടം പോലൊക്കെ ഇരിക്കും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, പരത്തിയത് ശരിയായിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് പഴം ഒറ്റ കണ്ടീഷനുള്ളൂ, നല്ല മധുരമുള്ള പഴമായിരിക്കണം. അതായത് റോബസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ചെറുപഴമോ അങ്ങനെ എന്തെങ്കിലും. നേന്ത്രപ്പഴം എടുത്താൽ വർക്കൗട്ട് ആവില്ല. നമ്മൾ നേന്ത്രപ്പഴം നല്ല പോഷകമുള്ള പഴമാണ്, പക്ഷേ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റോ അതാണ് കുറച്ചുകൂടി ഹെൽത്തി. പിന്നെ വല്ല വീട്ടിലിപ്പോൾ പഴമൊക്കെ ഉണ്ടാവും, ഇത് തോല് കറുത്തിരിക്കുന്ന പഴമൊക്കെ ഉണ്ടാവും, അതും ഇതിനകത്ത് ഇടാം. കാരണം പച്ചക്കറി ആരും കഴിക്കില്ല. വല്ല ജ്യൂസ് അടിച്ചോ എന്തൊക്കെ ചെയ്യാം. പഴക്കളം പകരം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ട തേൻ. നല്ല നാച്ചുറലായിട്ട് കിട്ടാണ് തേൻ ഉപയോഗിക്കുന്നത്. തേനില്ലാത്ത പക്ഷം നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിച്ചാൽ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, ബട്ട് മോസ്റ്റ് ഹെൽത്തിയും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള തേനാണ്. ഓക്കെ, പിന്നെ അവിടെ ഫ്രഷ് ക്രീമാണ്. ഇത് ഇൻ കേസ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ കടയിൽ കിട്ടുന്നില്ല എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. പാലുണ്ടല്ലോ, പാലെടുത്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക ലോ ഫ്ലെയിം വെച്ചൊന്ന് വറ്റിച്ചെടുക്കുക. ഇതൊരു തിക്കാവുന്ന വരെ, പാല് ഇത്തിരി തിക്കാവുന്ന വരെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം പോലെ തന്നെ ആ കൺസിസ്റ്റൻസി കിട്ടും. കുറച്ച് തിക്കായിട്ടുള്ള പാലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രൈൻഡർ എടുത്തിട്ട് അതിനകത്ത് ഈ ചപ്പാത്തിനൊന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് കീറിയിടാം. ഒന്ന് എന്താ പറയുക, ഗ്രൈൻഡിൻ്റെ മടിയൊന്ന് കുറച്ച് കളയാം. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകത വെച്ചാൽ നല്ല ഹെൽത്തിയുമാണ്, പിന്നെ ഭയങ്കര എനർജറ്റിക്കുമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പഴം നല്ലൊരു കാർബോഹൈഡ്രേറ്റ് ആണ്, ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ലൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനൊപ്പം നല്ല ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ക്രീമും പിന്നെ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള തേനും ഇതൊക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസ് ഇട്ടാ. ഒരുപാട് പൊടി പൗഡർ ആക്കരുത് ഇട്ടാ, കാരണം പൗഡർ ആയി കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ സുഖം ഉണ്ടാവില്ല. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് കണ്ട, നല്ല ചെറിയ ചെറിയ കഷ്ണം പോലെ, അതായത് കണ്ട കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുട്ടാ. ഈ ഒരു പരിപാടി നമുക്ക് വേണ്ടത് കേട്ടോ, എന്നാലും കഴിക്കുമ്പോൾ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുള്ളൂ. സോ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ചപ്പാത്തി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് പഴമാണ് കേട്ടോ. പഴം എന്താ വെച്ചാൽ പഴം സ്മാഷ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫോർക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സുഖം ഫോർക്ക് ഉണ്ടെങ്കിലേ, ഫോർക്ക് വെച്ചിട്ട് സ്മാഷ് ചെയ്യുന്ന ഏറ്റവും സുഖം. അതൊക്കെ ഞാൻ സ്പൂണോട് ചെയ്യാൻ പോകുന്നത്. തെറിച്ചുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നല്ലോണം ഉടയ്ക്കുക. തെറിച്ചുകൊണ്ട് മിക്കാറ് ഇത് മറ്റേ ഹരിശ്രേഷൻ ചിക്കൻ മറ്റേ കട്ട് ചെയ്ത അവസ്ഥയിലേക്ക് പോകും, തെറിച്ച് പോകും. അപ്പോൾ നമ്മൾ പഴം സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്മാഷ് ചെയ്യണ്ട, ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അത്യാവശ്യം വൈറ്റ് സൈസിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് പഴം സ്മാഷ് ചെയ്താൽ മതി. കാണാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ആക്കണം. അപ്പോൾ
അപ്പോൾ ഫ്രണ്ട്സ് പഴം നേരത്തെ കൊട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പഴവും എൻ്റെ മുകളിൽ അടിയിൽ എൻ്റെ അടിയിൽ ചപ്പാത്തി ഇരിക്കുന്നത്, അതിൻ്റെ മുകളിൽ പഴം ഇരിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്തത് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രഷ് ക്രീം ഇല്ലാത്തവർ വീട്ടിൽ തന്നെ പാലെടുത്ത് ഒന്ന് വറ്റിച്ച് അത്യാവശ്യം തിക്ക് ക്രീം ആവുന്നവരെ ആക്കി കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം കിട്ടും. ഓക്കെ, നമ്മൾ ഫ്രഷ് ക്രീം ഇടാണ്. ഇപ്പോൾ ഒരു പകുതി ഇടാം, ബാക്കി നമുക്ക് മുകളിൽ ലെയർ ആയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, ഒരു 100 ഗ്രാംസ് ഫ്രഷ് ക്രീമാണ് ഇത്. നല്ലോണം ഇവിടെ മിക്സ് ആക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തത് സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് പ്ലേറ്റിംഗ് ആണ്. ഞാൻ വേറെ പ്ലേറ്റ് ഒന്നും എടുക്കുന്ന അതിനെ ചെയ്യുക, കാരണം സെയിം നമ്മളൊന്നും ചെയ്യാനുള്ള ഇതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ജസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തേൻ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല, തേൻ ജസ്റ്റ് ഒരു ലെയർ ആയിട്ട് കിടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല നാച്ചുറൽ ഹണിയാണ്. ഒരു സ്കൂപ്പ് എടുത്തിട്ട് ജസ്റ്റ് അതിന് മുകളിൽ ആയിവാ മാഷാ അല്ലാഹ്, എന്താ അതിന് ഭംഗിയില്ല തേൻ വീഴുമ്പോൾ. തേനിൽ പഞ്ചസാര വിതറാം, പക്ഷെ പഞ്ചസാരയുടെ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, തേൻ ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ചെറിയ ലാസ്റ്റ് ടച്ച് എന്ന രീതിയിൽ അപ്പോൾ ഫ്രണ്ട്സ് മാസൂബ് റെഡി ആയിട്ടുണ്ട്. സാധനം എന്താ നോക്കിയേ, നമുക്ക് ഇടുവറ്റില്ലേ അല്ലേ, അടിപൊളിയായിട്ടില്ലേ? എന്തായാലും നല്ല തേനും ആ ക്രീമും അപ്പോൾ നമ്മളൊന്ന് നാടൻ ചപ്പാത്തിയും പഴം കൂടി വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ നോക്കാം. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞത് നല്ല റിച്ചും ഹെൽത്തിയാണ്. നമുക്ക് കഴിച്ചു നോക്കി എങ്ങനെ നോക്കാം. അപ്പോൾ കഴിക്കുന്ന മുന്നേ ഒന്ന് മിക്സ് ആക്കി വെച്ചോളൂ. ഇത് കാണാൻ ഡെക്കറേഷൻ വെച്ചെന്നുള്ളൂ, പക്ഷെ നല്ലോണം മിക്സ് ആക്കണം. നല്ല ആ തേനും ആ ക്രീമും എല്ലാം കൂടി അങ്ങോട്ട് നിന്ന് എന്താ പറയുക സൂപ്പറായിട്ടൊന്ന് എല്ലാം കൂടി ചേരുള്ളൂ. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ തേൻ ഉണ്ടാവില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമുക്ക് കഴിച്ചു നോക്കാം. സ്കൂപ്പ് ഞാൻ എടുക്കണ്ടേ. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. പഴത്തിൻ്റെ ഫ്ലേവർ ഉണ്ടല്ല, നല്ലോണം പഴം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും, കാരണം പഴത്തിൻ്റെ ഫ്ലേവർ നല്ലോണം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മധുരത്തിന് നമ്മൾ ആ ഇട്ട ഒരു ടീസ്പൂൺ തേനും കൂടി ആയപ്പോൾ നല്ലൊരു എന്താ പറയുക റിച്ച് ഫ്ലേവറും കൂടി കിട്ടി. പിന്നെ വായിലേക്ക് ശരിക്കും കുഴഞ്ഞിരിക്കുകയാണ്, കാരണം ഓൾറെഡി പഴം കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ കുഴഞ്ഞപ്പോൾ ഒന്നും കൂടി ഇതാക്കാൻ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വായിൽ മെൽറ്റായി പോകുന്നുണ്ട്. ഞാൻ ചപ്പാത്തി ചെറിയ കഷ്ണം ആയതുകൊണ്ട് കടിക്കാനും ഭയങ്കര കംഫർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്, അത് അടിപൊളി ഡിഷാണ്. നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ആകെപ്പാട് 4 ഐറ്റം ഉള്ളൂ. പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് നട്ട്സ് ഇട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. നട്ട്സ് അതായത് വല്ല ബദാമോ പിസ്തോ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ദിവസം അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മാസൂബ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.